ശ്രീ പി ചിത്തരഞ്ജൻ, ബഹുമാനപ്പെട്ട നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി. സർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരമ്പരാഗത വ്യവസായമാണ് കയർ വ്യവസായം. സർ, കയർ മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന തൊഴിലാളികളാണുള്ളത്. ഏറ്റവും സാധാരണക്കാരായ ഈ തൊഴിലാളികൾ ഇന്ന് വലിയ പ്രയാസത്തെ അഭിമുഖീകരിക്കുക. ഗവൺമെൻറ് ഈ വ്യവസായത്തെ സംരക്ഷിക്കാൻ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്ന മുഴുവൻ തുകയും കൊടുത്തു തീർത്തു എന്നുള്ളത് അത്യന്തം സ്വാഗതാർഹം തന്നെയായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ MDA, ISS, അതുപോലെ കയർവിരി സംഘങ്ങൾക്ക് 50,000 രൂപ മുതൽ 2,00,000 രൂപ വരെയുള്ള പ്രവർത്തന മൂലധനം ഈ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം നമ്മുടെ ഫാക്ടറി മേഖലയിൽ, അതുപോലെ തന്നെ സൊസൈറ്റി മേഖലയിൽ, അതോടൊപ്പം തന്നെ കയർ തൊഴിലാളികൾ, ഇവർക്ക് തൊഴിൽ ദിനം വളരെ കുറവാണ്. തൊഴിൽ ദിനം വളരെ കുറവായതുകൊണ്ട് തന്നെ വരുമാനവും കുറവാണ്. ആ വരുമാനത്തിൻ്റെ കുറവ് കൊണ്ട് ജീവിതം വലിയ പ്രയാസത്തെ ഇന്ന് അഭിമുഖീകരിക്കുകയാണ്. എങ്ങനെ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയും? ഇപ്പോൾ ചകിരിയുടെ ഉൽപ്പാദനം അത് നമുക്ക് വളരെ കുറവാണ്. തൊണ്ട് സംഭരണം അത് കാര്യക്ഷമതയോടെ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 100 ഡിഫൈർ മില്ലുകൾ സ്ഥാപിച്ചു സാർ. ആ മില്ലുകളിൽ ഇത് പലതും പ്രവർത്തനക്ഷമമല്ല. അതുകൊണ്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് ഗൗരവമായി തന്നെ നമ്മൾ കാണുകയും തൊണ്ട് സംഭരണം ശക്തിപ്പെടുത്തുകയും വേണം. സാർ, ഇപ്പോഴും 2017 നിർണയിച്ച കൂലിയാണ് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 240 രൂപ കൂലിയും 110 രൂപ ഇൻകം സപ്പോർട്ട് സ്കീമും കൂടെ ചേർത്ത് 350 രൂപയാണ്. സാർ, 7 വർഷക്കാലം പിന്നിടുകയാണ്. ജീവിത ചെലവ് വളരെയധികം വർദ്ധിച്ചു. അവിടെ കൂലിയിൽ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇൻകം സപ്പോർട്ട് സ്കീം ഇന്ന് കൊടുക്കുന്ന തുക ഗണ്യമായി ഒന്ന് വർദ്ധിപ്പിച്ച് ഏറ്റവും കുറച്ച് ഒരു 500 രൂപയെങ്കിലും ഈ തൊഴിലാളികൾക്ക് കൂലിയായി കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. സാർ, അതുപോലെ തന്നെയാണ് കയർ സഹകരണ സംഘങ്ങൾക്ക് പ്രവർത്തന മൂലധനം കൊടുത്തുകൊണ്ട്. പക്ഷേ നമ്മുടെ കയർ മാറ്റിംഗ് സഹകരണ സംഘങ്ങൾക്ക് ആ സഹായം കിട്ടുന്നില്ല. അത് നമുക്ക് ആലോചിച്ച് അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നമാണ്. സാർ, കയർ ഫാക്ടറി രംഗത്ത് കൂലി പുതുക്കി നിശ്ചയിച്ചെങ്കിലും ഇന്നും പല സ്ഥലങ്ങളിലും ഈ കയർ മാർക്കറ്റിംഗ് നമ്മുടെ മാറ്റിംഗ് സംഘങ്ങളിൽ, വൻകിട ഫാക്ടറികളിലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ കൂലി വ്യവസ്ഥ നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ ചെറുകിട കയർ ഫാക്ടറി തൊഴിലാളികൾക്കും മറ്റിതര മേഖലയിലെ തൊഴിലാളികൾക്കും ഈ കൂലി കൊടുക്കുന്നതിനാവശ്യമായ നടപടി ഉണ്ടാകണം. സാർ, കയറും കയറുൽപ്പന്നങ്ങളും സംഭരിക്കുവാനും യഥാസമയം അതിൻ്റെ വില നൽകുവാനും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കയർഫെഡും കയർ കോർപ്പറേഷനും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിന് കൊടുക്കുന്ന ധനസഹായം കുറേ കൂടെ വർദ്ധിപ്പിച്ചേ പറ്റൂ. അതോടൊപ്പം തന്നെ വിദേശ മാർക്കറ്റ്, സ്വദേശ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ കഴിയുന്ന നിലയിൽ ഈ പൊതുമേഖലാ സ്ഥാപനത്തെ അതിന് പ്രാപ്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. സാർ, 2021 മുതൽ കുടിശ്ശികയായി നിൽക്കുകയാണ് ക്ഷേമതയിൽ നിന്നുള്ള അംശാദായം. സാർ, ആയിരക്കണക്കിന് കയർ തൊഴിലാളികൾക്ക്, വിരമിച്ച തൊഴിലാളികൾക്ക് അതിൻ്റെ കുടിശ്ശിക കിട്ടിയിട്ടില്ല. സാർ, ആ കുടിശ്ശിക കൊടുത്തു തീർക്കുവാനുള്ള നടപടി സ്വീകരിക്കണം. പൊതുവെ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, സാർ, ഒരു പരമ്പരാഗത വ്യവസായം എന്നുള്ള നിലയിൽ ഇവിടെ പണിയെടുക്കുന്ന സാധാരണക്കാരായ 10,000-കണക്കിന് വരുന്ന പാവപ്പെട്ടവൻ്റെ ആ പ്രശ്നത്തിന് ഗവൺമെൻറ് പരിഹാരമുണ്ടാക്കാൻ ഒത്തിരി നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അത് അവരുടെ വരുമാന വർധനവിലേക്കോ അല്ലെ ജീവിതത്തിൻ്റെ പുരോഗതിയിലേക്കോ എത്തുന്നില്ല എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ എങ്ങനെ സങ്കീർണമായ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ആലോചിക്കണം എന്ന് ഞാൻ വിനീതമായി സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി. സാർ, ഗൗരവമായ ഒരു പ്രശ്നമാണ് ബഹുമാനായ ആലപ്പുഴ അംഗം ഇവിടെ ഉയർത്തിയിട്ടുള്ളത്. പരമ്പരാഗത വ്യവസായ മേഖല പൊതുവെ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. കെയർ മേഖലയിൽ ഒരു ഗവൺമെൻറ് ഇതുപോലെ ഇടപെടുന്ന ഒരു സംവിധാനം ഒരുപക്ഷെ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. കാരണം ചകിരി ഗവൺമെൻറ് തന്നെ സംരക്ഷിക്കുന്നു. ചകിരി ഉണ്ടാക്കാൻ ആവശ്യമായ മെഷീൻ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ആ ചകിരിയിൽ നിന്ന് പിന്നെ സംഘങ്ങൾക്ക് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നു. സംഘങ്ങൾ ഉണ്ടാക്കുന്ന കയറ് നമ്മൾ തന്നെ സംഭരിക്കുന്നു. ആ സംഭരിക്കുന്ന കയറ് കോർപ്പറേഷൻ പിന്നെ സബ്സിഡി ആയിട്ട് വീണ്ടും കൊടുക്കുന്നു. ആ കയർ ഉൽപ്പന്നം വീണ്ടും നമ്മൾ തന്നെ സംഭരിക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ ഒരു അപൂർവമായ മാതൃകയാണ് നമ്മളെല്ലാം എല്ലാ കാലത്തൂടെ തുടരുന്നത്.
പക്ഷെ അങ്ങനെ മാതൃകകൾക്ക് അധികകാലം നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നില വന്നിട്ടുണ്ട്. ഞങ്ങൾ ചുമതലയെടുക്കുമ്പോൾ 22 ഗോഡൗണുകളിലാണ് കയറ് കെട്ടിക്കിടന്നിരുന്നത്. സംഭരണമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്, വിപണനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് 20 എണ്ണവും കിട്ടിയ കാശെന്ന മട്ടിൽ തന്നെ, കാരണം പലതും കുറേ കഴിയും പൊടിയാൻ തുടങ്ങും. അത് വിറ്റഴിച്ചപ്പോൾ 2 ഗോഡൗണുകളിലേക്ക് മാത്രമായി ചുരുക്കി. അതോടൊപ്പം തന്നെ 7 ഗോഡൗണുകളിൽ കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു, വിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിൽ 5 ഗോഡൗണുകളും ഇപ്പോൾ നമുക്ക് വിൽപ്പന നടത്തി ഫ്രീ ആക്കാൻ കഴിഞ്ഞു. ഇതുകൂടാതെ നമുക്കിപ്പോൾ 52,000 ടൺ കയർ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് സന്ദർഭത്തിൽ 77,218 ടണ്ണാണ് ഉൽപ്പാദിപ്പിച്ചത്. അതിന് മുൻപത്തെ ഗവൺമെൻറ് സമയത്ത് 36,771 ടണ്ണാണ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നമ്മളൊരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. IIT ചെന്നൈ, അതുപോലെ IIM അവരെല്ലാം ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഈ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം കുറേ കണ്ടെത്തിയിട്ടുണ്ട്. ചിലതെല്ലാം നമുക്ക് അതേപോലെ നടപ്പിലാക്കാൻ പറ്റുമതല്ലെങ്കിൽ പോലും നടപ്പിലാക്കാൻ കഴിയുന്ന കുറേ, ഇപ്പോൾ ചകിരി നിർമ്മാണ മെഷീനറികൾ കാലോചിതമായി പരിഷ്കരിക്കാൻ നടപടി. നമ്മളിപ്പോൾ മെഷീൻ ഉപയോഗിച്ച് കയറുണ്ടാക്കുമ്പോൾ സാർ 30 കിലോയൊക്കെയാണ് ശരാശരി തൊഴിലാളി ഉണ്ടാക്കുന്നത്. തമിഴ്നാട്ടിൽ 200 കിലോ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ നമ്മളൊരു ക്ലസ്റ്റർ തുടങ്ങിയപ്പോൾ 130 മുതൽ 160 കിലോ വരെ ഒരു തൊഴിലാളിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതുപോലെ ഡീഫൈബറിങ് സൊസൈറ്റികൾ, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഇപ്പോഴത്തെ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്. അത് നന്നാക്കാനായിട്ട് ഇപ്പോൾ AMC ഉൾപ്പെടെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ഈ നമ്മുടെ മെഷീനറി കോർപ്പറേഷൻ ഇപ്പോൾ ഒന്ന് മെച്ചപ്പെട്ട് അടുത്ത ദിവസം വിയറ്റ്നാമിലേക്ക് അവരൊരു മെഷീൻ കയറ്റുമതി ചെയ്യാൻ പോകുന്നു എന്നത് അഭിമാനകരമാണ്. ചരിത്രത്തിൽ ആദ്യമായി കെയർ കോർപ്പറേഷനും അതുപോലെ തന്നെ ഫോമാറ്റിക്സും ഇപ്പോൾ ലാഭത്തിലായി കഴിഞ്ഞിട്ടുണ്ട്. ചകിരിച്ചോറും ചെറിയ ഫൈബറിന് വിപണി കണ്ടെത്താൻ ബജറ്റിൽ ചില പ്രഖ്യാപനം വന്നിട്ടുണ്ട്, അതുകൂടി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. കയർ മേഖലയിൽ തൊഴിലാളികളുടെ വിശദമായ സെൻസസ് നടത്തിയിട്ടുണ്ട്. ശമ്പളം ബാങ്ക് അക്കൗണ്ട് വഴി നൽകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പല ഇടമലകളിലൂടെ പോകുന്നതുകൊണ്ട് യഥാർത്ഥ തൊഴിലാളി കിട്ടുന്നില്ല. സൊസൈറ്റികളുണ്ട്, സംഘങ്ങളുണ്ട്. ആ നടപടി സ്വീകരിക്കുന്നത് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉൽപ്പാദനക്ഷമത വിലയിരുത്തി വിതരണം ചെയ്യാൻ സർക്കാർ ധനസഹായം അങ്ങനെ ആക്കണം. നഷ്ടത്തിലുള്ള സംഘങ്ങൾക്ക് പ്രത്യേക പുനരുദ്ധാരണ പാക്കേജ് നൽകാൻ നടപടി വേണം. ഉൽപ്പാദനം ക്രമീകരിക്കുമെന്ന് മാർക്കറ്റ് ട്രെൻഡ്, ഡിമാൻഡ് തുടങ്ങിയ കാര്യങ്ങൾ സ്ഥിരമായി അവലോകനം ചെയ്യാൻ സംവിധാനം വേണം. കയർ ഭൂവസ്ത്രത്തിൻ്റെ വിപണന സാധ്യത കുറേ കൂടി കണ്ടെത്തണം. കഴിഞ്ഞ ദിവസം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കണ്ടപ്പോൾ ഹൈവേയിൽ കയറിൻ്റെ കാര്യം ഉപയോഗിക്കുന്ന ഒരു പദ്ധതി ഇപ്പോൾ അവർ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ വിതരണം ചെയ്ത മെഷീനുകൾ പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാനും അടുത്ത 5 വർഷത്തേക്ക് എല്ലാ കെയർ മെഷീനുകൾക്ക് AMC നടപ്പിലാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിൻ്റെ 32 പരിഹാര നിർദ്ദേശങ്ങൾ 25 എണ്ണത്തിൽ നടപടി സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ 300 സ്ത്രീ തൊഴിലാളികൾക്ക് സ്റ്റൈപ്പൻഡോടുകൂടി പുതിയ ഡിസൈനുകൾക്കുള്ള പരിശീലനം നൽകി അവരെ മാസ്റ്റർ ട്രെയിനേഴ്സ് ആക്കുന്നുണ്ട്. അത് പുതിയ വിപണിയിലേക്ക് എത്താൻ സഹായിക്കും. കൂലി വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സർക്കാർ അത് പരിശോധിക്കുന്നുണ്ട്. ഇൻകം സപ്പോർട്ടിന് വേണ്ടി അനുവദിക്കുന്ന തുക ഉപയോഗിക്കുമ്പോൾ തൊഴിലാളികളുടെ എണ്ണം കുറവാണ്. അത് വെച്ചിട്ട് ധനകാര്യ വകുപ്പോട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നവും ഗവൺമെൻറ് ഗൗരവമായി പരിഗണിക്കുന്നു.